ഇഫ് യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ് ടുഡേ യു വോണ്ട് ഡു ഇറ്റ് ടുമോറോ ടു. നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണിത്. ഇന്ന് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നില്ലെങ്കിൽ, മടി പിടിച്ച് നാളത്തേക്ക് എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നാളെയും ചെയ്യുന്നില്ല. ബിഗ്ഗസ്റ്റ് സീക്രട്ട് ഓഫ് സക്സസ് എന്താണെന്ന് നമ്മൾ പലപ്പോഴും ഗൂഗിളിൽ സെർച്ച് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ആർട്ടിക്കിൾസും വായിക്കാറുണ്ട്. ദ ബിഗ്ഗസ്റ്റ് സീക്രട്ട് ഓഫ് സക്സസ് ഈസ് ഡൂയിങ്. നമ്മുടെ എല്ലാം മനസ്സിൽ നമുക്കറിയാം ഇതാണ് ചെയ്യേണ്ട കാര്യം, ഈ സമയം ഞാൻ ശരിക്കും ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ. പക്ഷേ നമ്മളതൊന്നും ചെയ്യുന്നില്ല. നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് എത്രയെത്ര കാര്യങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും മാറ്റിവെക്കുന്നത്. നമ്മളെല്ലാം പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ്. നാളെ ചെയ്യാം, അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന ദിവസം തൊട്ട് ഞാൻ നന്നാവാം. ഇതൊന്നും ഒരിക്കലും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വി ട്രസ്റ്റ് അവർ സെൽഫ്സ് സോ മച്ച്. നമ്മൾ ഒരുപാട് നമ്മളെ തന്നെ വിശ്വസിക്കുന്നു. നമ്മുടെ ഉള്ളിലെ ബലഹീനമായ മനസ്സിനെ നമ്മൾ കാണുന്നില്ല. ട്രെയിനിങ് ഇല്ലാത്ത, ഡിസിപ്ലിൻ ഇല്ലാത്ത മനസ്സിനെ നമ്മൾ കാണുന്നില്ല. വി ട്രസ്റ്റ് അവർ സെൽഫ് സോ മച്ച് ദാറ്റ് വി ഫെയിൽ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നമ്മൾ നോക്കിയാൽ മതി. നാളെ നാളെ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചതുകൊണ്ട് മാത്രം എത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ പോയിട്ടുണ്ട്. എത്ര കാര്യങ്ങൾ നമ്മൾ വെറുതെ പുഷ് ചെയ്തതുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജിമ്മിൽ പോയി തുടങ്ങണോ, അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കണോ, അല്ലെങ്കിൽ പുതിയൊരു ശീലം തുടങ്ങണോ, എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണോ, യു ഹാവ് ടു സ്റ്റാർട്ട് ഇറ്റ് ടുഡേ. അത് ഇന്ന് തന്നെ ഫുൾ പെർഫെക്ഷനിലോ മുഴുവനായിട്ടോ ചെയ്യണമെന്നല്ല. 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇരുന്ന് ചെയ്യണമെന്നല്ല. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്. ബട്ട് യു ഷുഡ് ഡു ഇറ്റ് ടുഡേ. ബിക്കോസ് ഇഫ് യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ് ടുഡേ യു ആർ നോട്ട് ഗോയിങ് ടു ഡു ഇറ്റ് ടുമോറോ. ഇന്ന് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന കാരണങ്ങൾ, അത് മടിയായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഡൗട്ട്സ് ആയിക്കോട്ടെ, അതൊക്കെ നാളെയും അവിടെ കാണും. സോ ഇന്നാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയേണ്ടത് ഐ ഹാവ് ടു ഡു ഇറ്റ് ടുഡേ. അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ എഴുന്നേറ്റ് നമുക്ക് പെട്ടെന്നൊരു തിരിച്ചറിവുണ്ടാകുന്നു, എൻ്റെ കയ്യിൽ ഇനി സമയമില്ല. ഒരുപാട് സമയം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. നമ്മളിങ്ങനെ പറഞ്ഞ് മാറ്റിവെച്ച്, അതെ, എല്ലാവർക്കും അറിയാം കയ്യിലുള്ള ചില കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റും ഇത്രയേറെ പ്ലഷർ സെൻറ്റേഴ്സും ഇത്രയേറെ ഡോപ്പമൈൻ സെൻറ്റേഴ്സും ഉള്ളപ്പോൾ ഒന്നിരുന്ന് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസിപ്ലിനോടെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാട് തന്നെയാണ്. ഇറ്റ് ഈസ് പെയിൻഫുൾ. ഇറ്റ് ആസ്ക് ഫോർ എഫേർട്ട്. നമ്മുടെ കംഫർട്ട് സോണിന് പുറത്താണിത്. യെസ്, ഇവിടെയാണ് നമ്മൾ നമ്മളെ തന്നെ പുഷ് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് വെയർ വി ഹാവ് ടു ഹോൾഡ് അവർ സെൽഫ്സ് ടുഗദർ. നമ്മുടെ മൊബൈലിൽ നോക്കാനോ, അല്ലെങ്കിൽ ഒരു സിനിമ കണ്ട് എൻജോയ് ചെയ്തിരിക്കാനോ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പ്ലഷർ തരുന്ന ഒരു കാര്യം ചെയ്യാനോ നമ്മൾ നമ്മളെ തന്നെ പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ മനസ്സ് അങ്ങനെ തന്നെ ചെയ്യും, നമ്മുടെ ശരീരം അങ്ങനെ തന്നെ ചെയ്യും. പക്ഷേ ഒരു പെയിൻ ഉണ്ടാവുന്ന കാര്യം വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ബോഡി നമ്മളോട് പറയും ഇത് പിന്നെ ചെയ്യാം, ഇത് നാളെ ചെയ്യാം. അങ്ങനെ നമ്മുടെ മനസ്സിൽ ഒരു കാര്യം കേൾക്കുമ്പോൾ നാളെ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ശബ്ദം വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ചോദ്യം ചെയ്യണം. വൈ? നമ്മളെ തന്നെ ചലഞ്ച് ചെയ്യണം. നമ്മുടെ മനസ്സിനോടും ബ്രെയിനോടും എന്തുകൊണ്ട് ഇപ്പം ചെയ്തുകൂടാ എന്ന് ചോദിക്കണം. ഇപ്പോൾ തുടങ്ങുക. മേക്ക് എ ടു ഡു ലിസ്റ്റ്, മേക്ക് എ ഡ്രീം ലിസ്റ്റ്. എന്തൊക്കെ ചെയ്യണം, ഓരോ വലിയ കാര്യത്തെയും ചെറിയ ചെറിയ കാര്യങ്ങളെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഓരോന്നായി ചെയ്യാൻ തുടങ്ങുക. നമുക്ക് 2 മോഡുകളേ ഉള്ളൂ, ചീറ്റ് മോഡ് ഓർ ആക്ഷൻ മോഡ്. നമുക്ക് ചീറ്റ് ചെയ്യാം, നമ്മളെ തന്നെ ഓരോ ദിവസവും പറഞ്ഞ് പറ്റിച്ച് നമുക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കാം. ബട്ട് ഇൻ ആക്ഷൻ മോഡ് നമ്മൾ കാര്യങ്ങൾ ചെയ്യും. നമുക്കാവാൻ ആഗ്രഹമുള്ള മനുഷ്യനായി നമ്മൾ ഓരോ ദിവസവും ജീവിക്കാൻ തുടങ്ങും. യു വിൽ ബിക്കം ദ പേഴ്സൺ യു റിയലി വാണ്ട് ടു ബി. സോ ഓൾവേസ് ടെൽ യുവർ സെൽഫ്, ഇഫ് നോട്ട് ടുഡേ യു ആർ നോട്ട് ഗോയിങ് ടു ഡു ഇറ്റ് ടുമോറോ ടു. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ ഇൻസ്പയർഡ്, ഇൻസ്പയറിംഗ്, ഫ്രീ.